بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. بيان أقابيل الشيوخ في الإخلاص. നീയത്തിൻ്റെയും ഇഖ്ലാസിൻ്റെ എല്ലാം കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നത്, ഇഖ്ലാസിനെ സംബന്ധിച്ച് ശൈഖന്മാർ, മഹാന്മാരായ ഔലിയാക്കൾ പറഞ്ഞ ചില വാക്കുകൾ, ഇഖ്ലാസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ശൈഖന്മാരുടെ അഭിപ്രായം, അവരുടെ വിലയിരുത്തൽ. സൂസി എന്ന മഹാൻ പറയുന്നു, അൽ ഇഖ്ലാസു, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഫഖ്ദു റുഇയത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെ കാണുന്നതിനെ ഇല്ലാതാക്കലാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസിനെ തൻ്റെ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടെന്നുള്ള വിചാരത്തിന് ഇല്ലാതാക്കലാണ്. അതാണ് ഇഖ്ലാസിനെ കാണുന്നതിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ. തനിക്ക് ഇഖ്ലാസ് ഉണ്ട് എന്നുള്ളതിനെ അവൻ്റെ മനസ്സിൽ നിന്നും കളഞ്ഞേക്കുക. ഇഖ്ലാസ് ഇല്ല എന്ന് തന്നെ മനസ്സിൽ കരുതി അള്ളാഹുലേക്ക് മടങ്ങുക. കാരണം ഫൈനമ്മൻ, ഒരാൾ ഷാഹദ ഫി ഇഖ്ലാസിഹി, അവൻ്റെ ഇഖ്ലാസിൽ ദർശിച്ചു, അൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെ, തൻ്റെ ഇഖ്ലാസിൽ അവൻ ഇഖ്ലാസിനെ ദർശിക്കാൻ തുടങ്ങിയാൽ ഫഖദ് ഇഹ്താജ ഇഖ്ലാസുഹു, അവൻ്റെ ആ ഇഖ്ലാസ് ആവശ്യമാകും ഇലാ ഇഖ്ലാസ്, മറ്റൊരു ഇഖ്ലാസിലേക്ക്. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടെന്ന് വിചാരിക്കരുത്. എനിക്ക് ഇഖ്ലാസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടെന്ന് നിങ്ങൾ ഇല്ലെന്ന് തന്നെ വിചാരിക്കണം. ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ ആ ഇഖ്ലാസിൽ തന്നെ ഇഖ്ലാസ് കുറഞ്ഞു പോകും. ഒമാ ദക്കറഹു, അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ഇശാറത്തും സൂചനയാണ്, ഇലാ തസ്ഫിയത്തിൽ അമലിനെ ശുദ്ധിയാക്കണമെന്നുള്ളതിലേക്ക്. അനിൽ ഉജ്ബിനെ തൊട്ട് അമലിനെ ശുദ്ധിയാക്കണം. ബിൽ ഫെയിലു കൊണ്ടുള്ള ഉജ്ബിനെ തൊട്ട്, പ്രവൃത്തിയിലുള്ള, അല്ലെങ്കിൽ ബിൽ ഫെയിലി, ഇപ്പോൾ തത്സമയം ഉജ്ബുണ്ടാകുന്നതിനെ തൊട്ട് അമലിനെ സൂക്ഷിക്കണം. കാരണം ഫൈനൽ ഇൽത്തിഫാത്ത ഇലൽ ഇഖ്ലാസി, ഇഖ്ലാസിലേക്ക് തിരിഞ്ഞു നോക്കൽ, വൻ നെദറു ഇലൈ, അതിലേക്ക് നോക്കൽ, ഇഖ്ലാസിലേക്ക് തിരിയലും അതിലേക്ക് നോക്കലും ഉജ്ബുൻ, അതൊരു ഉജ്ബാണ്. എനിക്ക് ഇഖ്ലാസൊന്നും തോന്നിയാൽ അത് ഉജ്ബായി. ബഹുവാദിൻ മിൻ ജുംലത്തിൽ ആഫാത്തി, ആപത്തുകളുടെ വിഭാഗത്തിൽപ്പെട്ടതാണ്. വൽ ഖാലിസു, ഖാലിസ് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞതെന്ന് പറഞ്ഞാൽ മാ സഫാ അൻ ജമീഉൽ ആഫാത്തി, എല്ലാ ആപത്തുകളെ തൊട്ടും തെളിഞ്ഞതിനാണ് തെളിഞ്ഞെന്ന് പറയുന്നത്, ശുദ്ധമായത്. ഫഹാദാ തഅറദുൻ ലി ആഫത്തിൻ വാഹിദ, ഇത് ഒരു ആഫത്തിലേക്കുള്ള വെളിവാക്കലാണ്. ഒരു ആഫത്ത് ഏതാണത്? ഉജ്ബ്, അത് വരാതിരിക്കലാണ്. അപ്പോൾ ഇത് ആഫത്തിലേക്കുള്ള വെളിവാക്കലാണിത്. ഈ ഇഖ്ലാസ് ഉണ്ടെന്നുള്ള വിചാരം അത് തഅറദുൻ ലി ആഫത്തിൻ വാഹിദത്തിൻ, ഒരു ആഫത്തിലേക്കുള്ള വെളിവാകലാണ്. ഉജ്ബ് വന്നു പോകും. വഖാല സഹിൽ റഹിമഹുല്ലാ, ഇമാം സഹിൽ റഹിമഹുല്ലാ പറയുന്നു, അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അൻ യകൂന സുകൂനുൽ അമലി, ഒരു അടിമയുടെ നിശബ്ദാവസ്ഥ, ഹറക്കാത്തു, അവൻ്റെ ചലനവും, അവൻ്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും ആകലാണ് ലില്ലാഹി തആല ഖാസത്തൻ, അള്ളാഹുവിന് മാത്രമാകുക. വഹാദിഹി പറഞ്ഞത് കലിമത്തുൻ ജാമിഅത്തുൻ, അർത്ഥസമ്പുഷ്ടമായ ഒരു കലിമത്താണ്. മുഖീത്തത്തുൻ ബിൽ ഗർദി, ലക്ഷ്യത്തിനെ ചുറ്റി വളയുന്ന അർത്ഥസമ്പുഷ്ടമായ ഒരു വചനമാണ് ഈ പറഞ്ഞത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. വഫീ മഅന, ഇതേ മാനയിലാണ് ഖൗലു ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞത്, അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സിദ്ഖുൻ നിയ്യത്തി മഅ അല്ലാഹു തആല, അല്ലാഹു തആലയോടൊപ്പം നിയ്യത്ത് സത്യസന്ധമാവുക, അതാണ് ഇഖ്ലാസ്. വക്കീലലി സഹിൽ റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, അയ്യ ഷൈഇൻ അശദ്ദു അലൻ നഫ്സി, ഒരു നഫ്സിന് ഏറ്റവും ഭാരമായ കാര്യം എന്താണ്, ഏറ്റവും കടുത്ത കാര്യം എന്താണെന്ന് ചോദിക്കപ്പെട്ടു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ഇഖ്ലാസു, ഇഖ്ലാസാണ് നഫ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇത് കാരണം ലൈസ ലഹ, ഈ നഫ്സിനില്ല, ഫീ ഇഖ്ലാസിൽ നസീബുൻ, ഓരോ ഓഹരിയുമില്ല, നഫ്സ് ഇഖ്ലാസിലേക്ക് അടുക്കുകയേ ഇല്ല. വഖാല റുവൈം എന്ന് പറയുന്ന മഹാൻ പറയുന്നു, അൽ ഇഖ്ലാസു ഫിൽ അമൽ, അമലിലുള്ള ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഹുവ, അത് അല്ലാ യുരീദ സാഹിബുഹു, അമൽ ചെയ്യുന്ന ആൾ ഉദ്ദേശിക്കാതിരിക്കലാണ്, അലൈഹി, അമലിന്റെ മേൽ, ഇവദൻ ഫിദ്ദാറിൻ, രണ്ട് ലോകത്തും ഒരു പകരത്തിനെ ഉദ്ദേശിക്കാതിരിക്കലാണ്. ദുന്യാവിലോ ആഖിറത്തിലോ
താൻ ചെയ്യുന്ന അമലിന് കൂലിയെ ആഗ്രഹിക്കാതിരിക്കുക. ഇതാണ് യഥാർത്ഥ ഇഖ്ലാസ്. താൻ ചെയ്യുന്ന അമലിന് യാതൊരു കൂലിയും ആഗ്രഹിക്കാതിരിക്കുക. യജമാനൻ പറഞ്ഞു ചെയ്യുന്നു, അത്ര തന്നെ. അപ്പൊ അതാ ഇപ്പറഞ്ഞത് ഇഷാറത്തിന് ഇഷാറയാണ്. ഇലാ അന്ന ഹുദൂദൻ നഫ്സി, ഒരു നഫ്സിന്റെ ഓഹരികൾ ആഫത്തുൻ, അത് ആഫത്താണ്. നഫ്സിന്റെ ഓഹരികളെ ചിന്തിക്കൽ ആഫത്താണ്. ആജിലൻ വ ആജിലൻ, അത് പിന്നീടും ഇപ്പോഴും എല്ലാം അത് ആഫത്താണ്. വൽ ആബിദു, ഇബാദത്ത് ചെയ്യുന്നയാള് ലിഅജ്ലി തനഉം ബിശ്ശഹവാതി ഫിൽ ജന്ന, സ്വർഗത്തിലെ ഇച്ഛകളെ കൊണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി അമൽ ചെയ്യുന്ന ആള്. സ്വർഗത്തിൽ സ്ത്രീകളുണ്ടാവും, ഊർലീങ്ങള്, അതുപോലെ തന്നെ ഒരുപാട് ഫലക്കരികൾ ഉണ്ടാകും, രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാകും, സുഖമായിരിക്കും. ഈ ഷഹവാത്ത് കൊണ്ടുള്ള തനഉം ആസ്വദിക്കുക, അതിനുവേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആള് മഅലൂലിന്, അയാൾ രോഗിയാണ്. ബൽ മറിച്ച് അൽ ഹക്കീക്കത്തു, ഹക്കീക്കത്ത് അല്ലാ യുറാദ ബിൽ അമലി, അമൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടാതിരിക്കലാണ്. ഇല്ലാ വജ്ഹുല്ലാഹി, അള്ളാഹുവിന്റെ വജ്ഹിനെ അല്ലാതെ അമൽ കൊണ്ട് ഉദ്ദേശിക്കരുത്. എല്ലാം കൊണ്ടും ഏത് അമൽ ചെയ്താലും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം. അപ്പോൾ അത് ഇഷാറത്തിന് ഇഷാറയാണ്. ഇലാ ഇഖ്ലാസ് സിദ്ദീഖീന, സിദ്ദീഖുകളുടെ ഇഖ്ലാസിലേക്കുള്ള ഇഷാറയാണ്. വഹുവൽ ഇഖ്ലാസുൽ മുത്ലഖു, നിരുപാധികമായ യഥാർത്ഥ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അമ്മാമനെ ഒരാള് യഅമലു, അയാൾ അമൽ ചെയ്യുന്നു, റജാഇൽ ജന്ന, സ്വർഗത്തിനെ ആശിച്ചതിന് വേണ്ടി, ഖൗഫിന്നാരി, നരകത്തിനെ പേടിച്ചിട്ട്, അത് മുഖ്ലിസുൻ, അയാൾ മുഖ്ലിസ് തന്നെയാണ്. ബിൽ ഇദാഫത്തി ഇലൽ ഹുദൂദിൽ ആജിലത്ത്, ഉടൻ കിട്ടുന്ന നഫ്സിന്റെ ഹല്ലുകളിലേക്ക് നോക്കിയിട്ട്, അത് ഇഖ്ലാസാന്ന് വെക്കാം. ഉടൻ കിട്ടുന്ന ഹല്ലുകളിലേക്ക് അവൻ പോയില്ലല്ലോ, അവൻ സ്വർഗത്തിനല്ലേ ആഗ്രഹിച്ചത്, നരകത്തിനല്ലേ ഭയപ്പെട്ടത്, അതുകൊണ്ട് അതിന് ഇഖ്ലാസ് ആണെന്ന് പറയാം. ഉടൻ കിട്ടുന്നത് തന്നെ മനുഷ്യന്റെ പ്രശസ്തിയും അതൊക്കെയാണ് ഉടൻ കിട്ടുന്നത്. അപ്പം അതിലേക്ക് അയാൾ പോയില്ല. അപ്പൊ അതിലേക്ക് നോക്കുമ്പോൾ ഇത് ഇഖ്ലാസാന്ന് വെക്കാം. അപ്പൊ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ ഇയാൾ ഫി തലബി ഹല്ലിൽ ബത്നി വൽ ഫർജി, സ്വർഗം ആഗ്രഹിച്ചിട്ടും അതിന്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യുന്നവൻ അത് ഫി തലബിൽ, അവൻ ഫി ഹല്ലിൽ തലബി ഹല്ലിൽ ബത്നി വൽ ഫർജി, ബത്നിന്റെയും ഫർജിന്റെയും ഓഹരിയെ തേടുന്നതിലാണ് അവൻ. വൈന്നമൽ മത്ലൂബുൽ ഹഖ്, യഥാർത്ഥ മത്ലൂബ് ലിദബിൽ അൽബാബി, ബുദ്ധിമാന്മാർക്ക് വജ്ഹുല്ലാഹി തആല ഫഖത്, അല്ലാഹുവിന്റെ തൃപ്തി മാത്രമാണ്. വേറെ ഒരു ആഗ്രഹവും പാടില്ല, സ്വർഗവും പാടില്ല, നരകത്തിന്റെ പേടിയും പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹുവൽ ഖായിലു എന്ന ഇവിടെ പിന്നീട് ഉള്ളത്, ഇവിടെ വഖാലൽ ഖായിലു, വഖാല ഖായിലുൻ എന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമാകും. അങ്ങനെ ആയാലാണ് നല്ലത്. ബഹുവൽ കാര്യം എന്ന് പറയാതെ, ബഹുവൽ കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ റുവൈം എന്ന് പറയുന്ന അദ്ദേഹമാണ് പറഞ്ഞതെന്ന് വെക്കണം. എന്തെന്ന്, ലാ യതഹറക്കുൽ ഇൻസാനു ഇല്ലാ ലിഹദ്ദിൻ, അതൊരു ഒരു ഒരു ഇത്റാദാണ്. അതായത് അള്ളാഹു, ഒരു മനുഷ്യൻ ഹല്ലിന് വേണ്ടി ഇബാദത്ത് ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഹല്ലില്ലാണ്ട് എങ്ങനെയാണ് മനുഷ്യൻ ചരിക്കുക, അതാണ് ചോദിക്കുന്നത്. അപ്പൊ വക്കാല കായിനെന്ന് വയ്ക്കലാണ് നല്ലത്. ഒരാൾ പറഞ്ഞു, എന്ത് പറഞ്ഞു, ലാ യതഹറക്കുൽ ഇൻസാൻ, ഒരു മനുഷ്യൻ ചരിക്കാറില്ല, ഇല്ലാ ലിഹദ്ദിൻ, എന്തെങ്കിലും ഒരു മാനസികമായ താല്പര്യത്തിന് വേണ്ടി അല്ലാതെ, ഓഹരി ഉണ്ടാവും അതിനുവേണ്ടി അല്ലാണ്ട് ചലിക്കാറില്ല. വൽ ബറാഅത്തു മിനൽ ഹുദൂദി, എല്ലാ മനസ്സിന്റെ ഓഹരികളിൽ നിന്നും ശുദ്ധിയാകുക എന്ന് പറയുന്നത്, ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് സിഫത്തുൽ ഇലാഹിയ, ഇലാഹിയത്തിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ സിഫത്താണത്, അല്ലാതെ മനുഷ്യന് പറ്റിയല്ല. ഒമൻ ഇദ്ദഹാദാലിക, ഇതിനൊരാൾ വാദിച്ചാൽ ഒരു ഹല്ലും എനിക്കില്ലെന്ന് പറഞ്ഞാൽ അവൻ കാഫിറുൻ, അവൻ കാഫിറ. കാരണം എന്താ, അവൻ ശിർക്ക് വെക്കുന്നു, അവൻ അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ഇവനും പങ്കാളിയാക്കുന്നു, അതുകൊണ്ട് അത് കുഫറാണ്. വഖദ് ഖദൽ ഖാദി അബൂബക്കർ ബാക്കില്ലാനി, ഖാദി അബൂബക്കർ ബാക്കില്ലാനി റഹ്മഹുല്ലാഹ് വിധിച്ചു, ബി തക്ഫീരി മൻ, ഒരാളെ കാഫിറാക്കലുകൊണ്ട്, യദ്ദഉൽ ബറാഅത മിനൽ ഹുദൂദി, അദ്ദേഹം എല്ലാ ഹദ്ദുകളിൽ നിന്നും ഒഴിവാകുന്നതിനെ വാദിക്കുന്ന ഒരാൾ, എനിക്ക് ദുന്യവിയോ ഉഖർബിയായ ഒരു ഹല്ലും എൻ്റെ മനസ്സിലില്ല എന്ന് വാദിക്കുന്നയാള്, അയാൾ കാഫിറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വക്കാല, അദ്ദേഹം പറഞ്ഞു, ഹാദായത് മിൻ സിഫാത്തിൽ ഇലാഹിയത്തി, ഇത് ഇലാഹിയത്തിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. വമാ ദക്കറഹു എന്ന് ഇങ്ങനെ ഒരു വാക്ക്. എന്നിട്ട് ഇമാം ഗസാലി പറയാണ്, വമാ ദക്കറഹു ഹക്കുൻ, ആ കായില് പറഞ്ഞ കാര്യം അത് ഹക്ക് തന്നെയാണ്, ആ പറഞ്ഞ കാര്യം ഹക്കാണ്. വലാക്കിൻ, പക്ഷേ അൽ ഖൗമ് സാധാ ജനങ്ങൾ, ഇന്നമാ അറാദു ബി, ഹല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ബറാഅത്ത, ഒഴിവാകലിനാണ്. അമ്മ ഒന്നിനെ തൊട്ട്, എങ്ങനത്തൊന്ന്, യുസമ്മീഹിൻ നാസ്, ജനങ്ങൾ അതിന് പേര് വയ്ക്കും ഹല്ല് ഹുദൂദൻ, ജനങ്ങൾ മനസ്സിന്റെ ഓഹരികൾ ഹല്ലുകളെന്ന് പേര് വയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാകുക, അതാണ് കൗമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരു ഹല്ലും ഇല്ലാണ്ട് ആകുക എന്നുള്ളതല്ല.
ബഹുവ ഇത് ഏത് ഈ ജനങ്ങൾ ഹല്ലെന്ന് വെച്ച പേര് വെച്ചതിൽ നിന്ന് ഒഴിവാകുക എന്ന് പറഞ്ഞത് അത് ആ കാര്യം എന്താണ്? ജനങ്ങൾ ഹല്ലെന്ന് പേര് വെക്കുന്നത് അഷ്ഹവാത്തുൽ മൗസൂഫത്തു ഫിൽ ഫിൽ ജന്നത്തി ഫഖത്ത്. അത് ഷഹവാത്താണ്. അൽ മൗസൂഫത്തു വിശേഷിപ്പിക്കപ്പെട്ട ഫിൽ സ്വർഗത്തിൽ ഫഖത്ത്, സ്വർഗത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഷഹവാത്ത്. അതാ ഇവിടെ കൗമ് ഈ ബറാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൗമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ കൗമ്, സാധാരണക്കാരല്ല. അവര് ഈ ഹല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ഉന്നതമായ ആ ഷഹവത്തുകൾ, അത് മനസ്സിൽ നിന്ന് പോകണം എന്നാണ്. അല്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം അതൊരു ഹല്ലാണല്ലോ. മുജറദിൽ മാരിഫത്തി, വെറും മാരിഫത്ത് കൊണ്ടുള്ള രസം അനുഭവിക്കൽ, അള്ളാഹുവിന്റെ മാരിഫത്ത് കൊണ്ട്, വൽ മുനാജാത്ത് അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണം കൊണ്ട് രസം അനുഭവിക്കൽ, വൻ നദിരില വജിയില്ലായ തആല അള്ളാഹുവിന്റെ വജിയിലേക്ക് നോക്കൽ കൊണ്ട് രസം അനുഭവിക്കൽ, ഇതാണ് ആ മഹാന്മാരുടെ ഹല്ല്, ഓഹരി. അതിനെയല്ല ഇദ്ദേഹം കുറ്റം പറഞ്ഞ് മറ്റുള്ള നമ്മൾ പിന്നെ ആഖിറത്തിനാണെന്ന് വിചാരിക്കുന്ന സ്വർഗത്തിന്റെ ഓഹരികളുണ്ടല്ലോ, അതിൽ നിന്ന് ഒഴിവാകണമെന്നാണ് മൗലവി പറഞ്ഞതിന്റെ ഉദ്ദേശം. ഈ പറഞ്ഞ ലാ യഹുദ്ദുഹുന്നാസു, ഈ പറഞ്ഞ അള്ളാഹുവിന്റെ മാരിഫത്ത് കൊണ്ടുള്ള തലന്തുത്, മുനാജാത്ത് കൊണ്ടുള്ള തലന്തുത്, അള്ളാഹുവിലേക്കുള്ള തിരുനോട്ടം അള്ളാഹുവിന്റെ, അതിലേക്കുള്ള തലന്തുത്, ഇതെല്ലാം ലാ യഹുദ്ദുഹുന്നാസ്, ജനങ്ങൾ ഇതിനെ എണ്ണാറില്ല ഹല്ലായിട്ട് എണ്ണാറില്ല. ബൽ യതഅജ്ജബൂന മിൻ, സാധാരണ ജനങ്ങൾക്ക് അത് വലിയ അത്ഭുതമാണ് ഇതിനെ ഹല്ലായിട്ട് എണ്ണുക എന്ന് പറയുന്നത്. സാധാരണ ജനങ്ങൾ ഹല്ലായിട്ട് കണക്കാക്കുന്ന ഈ മോളിൽ പറഞ്ഞതാണ്, ഇപ്പുറത്ത് പറഞ്ഞതല്ല. അത് തന്നെ വലാക്കിന്നൽ കൗമ, അവിടെ കൗമ കൊണ്ട് സാധാരണ കൗമ തന്നെ വെച്ചാൽ മതി. പക്ഷെ കൗമ് ഈ ഹല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനങ്ങൾ സാധാരണ, അതെ വീണ്ടും ചെറിയൊരു പെശക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം, വലാക്കിന്നൽ കൗമ. പക്ഷെ മഹാന്മാരായ കൗമ് അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ബറാഅത്ത, ഒഴിവാകലിനെയാണ്. അമ്മ ഒന്നിനെ തൊട്ട് യുസമ്മീഹിൻ, സാധാരണ ജനങ്ങൾ അതിന് പേര് വയ്ക്കും ഹുദൂദൻ, ഹല്ലുകൾ എന്ന് പേര് വയ്ക്കും. അതിൽ നിന്ന് ഒഴിവാകലാണ് ഇവിടെ കൗമ് ഉദ്ദേശിക്കുന്നത്. കൗമ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ കൗമ് ഹല്ലിൽ നിന്ന് ഒഴിവാകണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അല്ലാണ്ട് ഒരു ഹല്ല് ഉണ്ടാകാൻ പാടില്ലെന്നല്ല. ആ ഹല്ല് ആ ഹല്ല് എന്താണ്? അഷ്ഹവാത്തുൽ മൗസൂഫത്തു ഫിൽ ജന്നത്തി ഫഖത്ത്, സ്വർഗത്തിൽ മാത്രം സ്വർഗത്തിലുള്ള മൗസൂഫായ ഷഹവാത്തുകൾ, ആ സ്വർഗത്തിൽ മാത്രമുള്ളത്, അതിനെയാണ് ജനങ്ങൾ ഹല്ലെന്ന് വിചാരിക്കുന്നത്. അതിൽ നിന്ന് ഒഴിവാകണമെന്നാണ് മഹാന്മാർ പറഞ്ഞത്. അല്ലാണ്ട് നേരത്തെ പറഞ്ഞ ഇപ്പൊ അമ്മ തലന്തും അപ്പം മുജറദിൽ മാരിഫത്ത്, വെറും അള്ളാഹുവിന്റെ മാരിഫത്ത് കൊണ്ടുള്ള തലന്തുത്, മുനാജാത്ത് കൊണ്ടുള്ള തലന്തുത്, അള്ളാഹുവിന്റെ വജിയിലേക്കുള്ള നോട്ടം കൊണ്ട് തലന്തുത്, ഇത് ആ മഹാന്മാരുടെ ഹല്ലാണ്. ഈ ഹല്ല് ലാ യഹുദ്ദുഹുന്നാസു ഹല്ലൻ, ജനങ്ങൾ അതിനെ ഹല്ലായിട്ട് എണ്ണാറില്ല. ബൽ മറിച്ച് യതഅജ്ജബൂന മിൻ, അവർക്ക് അതിൽ അത്ഭുതമായി ഇതെങ്ങനെയാണ് ഹല്ലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നല്ല, മറിച്ച് സ്വർഗത്തിന്റെ ആഗ്രഹം വെച്ചിട്ട് അമൽ ചെയ്യരുത്, നരകത്തിലുള്ള പേടി വെച്ചിട്ട് അമൽ ചെയ്യരുത്, അള്ളാഹുവിന് വേണ്ടി ആകണം. അതാ ഉദ്ദേശം. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വഹാഉല, ഈ മഹാന്മാരായ കൗമ്, ലൗ ഉവ്വിദു, അവർക്ക് പകരം നൽകപ്പെട്ടാൽ, അമ്മ ഒന്നിനെ തൊട്ട്, അവർ ഫീ, അതിലാണ്, മിൻ ലദത്തി താഅത്തി, താഅത്തിന്റെ ലദത്തിനാൽ, വൽ മുനാജാത്തി, മുനാജാത്തിന്റെ ലദത്തിനാലും, മുലാസമത്തി സുജൂദി, സുജൂദിൽ കിടക്കുന്നതിന്റെ ലദത്തിനാലും, ഇലാഹിയായ ഹദറത്തിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നതിന്റെ രസം, സിർറൻ ജഹറൻ, പരസ്യമായും രഹസ്യമായിട്ടുമല്ല, ഇതിന് പകരം, ഇതെല്ലാം അവരുടെ രസമാണ്, അതിന് പകരം ഈ മഹാന്മാർക്ക് നൽകപ്പെട്ടാൽ, ജമീഅ നഈമിൽ ജന്നത്തി, സ്വർഗത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടാലും ലസ്തഹ്കറു, അവരതിനെല്ലാം നിസ്സാരമായി കണക്കാക്കും. അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഈ പറഞ്ഞതാണ്, ഈ മുനാജാത്തും ഈ താഅത്തും എല്ലാമാണ്. ആ രൂപത്തിൽ അള്ളാഹു നമ്മളെ ആക്കി തീർക്കുമാറാകട്ടെ. വലം യൽതഫിതു ഇലൈഹി, ഈ നഈമുൽ ജന്നത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയില്ല. അപ്പൊ ഹർക്കത്തും, അവരുടെ ഈ മഹാന്മാരുടെ ചലനം ഹല്ലിന് വേണ്ടി തന്നെയാണ്. താഅത്തും, അവരുടെ താഅത്ത് ഹല്ലിന് വേണ്ടി തന്നെയാണ്. വലാകിൻ ഹല്ലും, അവരുടെ ഹല്ല്, മഅബൂദുഹും, അവരുടെ മഅബൂദായ അള്ളാഹു ആണ്. ഫഖത്ത് ദൂന ഗൈരി, വേറൊന്നും അവർക്ക് ഹല്ലായിട്ടില്ല. ഫഖാല അബൂ ഉസ്മാൻ എന്ന് പറയുന്ന മഹാൻ പറയുകയാണ്, അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിസിയാനു റുയത്തുൽ ഖൽഖി, സൃഷ്ടികളെ കാണുന്നതിനെ മറന്നേക്കുക. സൃഷ്ടികളെ കാണുന്നതിന് ബിദവാമിൻ നദിരി, നോട്ടത്തിനെ നിത്യമാക്കൽ കൊണ്ട്, ഇലൽ ഖാലിഖ് ഫഖത്ത്, സൃഷ്ടാവിലേക്ക് മാത്രം നോട്ടത്തിനെ തിരിച്ചുവിടൽ കൊണ്ട് സൃഷ്ടികളിലേക്കുള്ള നോട്ടത്തിനെ മറന്നേക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. വഹാദ, ഇത് ഇഷാറയാണ്, സൂചനയാണ്. ഇലാ ആഫത്തിൽ റിയാഇ, റിയാഇന്റെ അപകടത്തിലേക്കുള്ള സൂചനയാണ്. ഫഖത്ത്
റിയായിന്റെ അപകടം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ആ നോട്ടം മാത്രം ലക്ഷ്യമാക്കുക, വേറൊന്നും വേണ്ട. അള്ളാഹുവിന്റെ നോട്ടം മാത്രം മതി. സൃഷ്ടികളുടെ നോട്ടത്തിനെ മറന്നേക്കുക, അള്ളാഹുവിന്റെ നോട്ടത്തിനെ നിത്യമാക്കുക. അപ്പം റിയായിലേക്കുള്ള റിയാ ആകുന്ന അപകടത്തിലേക്ക് പോകാതിരിക്കും. വലുതാർക്ക് ഇക്കാരണത്താൽ കാലം ബാധും ചില മഹാന്മാർ പറഞ്ഞു, അൽ ഇഖ്ലാസ് ഫിൽ അമൽ, അമലിലുള്ള ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാ യത്തലി അലൈഹി, ആ അമലിന്റെ മേൽ വെളിവാകാതിരിക്കലാണ് ശൈത്താൻ. ഇവൻ ചെയ്യുന്ന അമലിന്റെ മുമ്പിൽ പിശാചിന് കാണാൻ പറ്റരുത്. അപ്പൊ ഫൈഫ്സിദു, കണ്ടാൽ അവൻ അതിനെ ഫസാദാക്കും. അതുപോലെ വലാ മലക്കും അതിന്റെ മേൽ വെളിവാകാതിരിക്കലാണ്. മലക്ക് കണ്ടാൽ ഫയക്തുബു, അതിനെ എഴുതി വെക്കും. ഇത് രണ്ടും ഇല്ലാത്ത അമലാണ് യഥാർത്ഥ അമല്. മലക്ക് കാണുന്ന അമല്, ശൈത്താൻ കാണുന്ന അമല്, യഥാർത്ഥ ഇഖ്ലാസ് അവിടെ അല്ല എന്ന് ചില മഹാന്മാർ പറഞ്ഞു. ഇത് ഇഷാറത്തിന് ഇഷാറയാണ്. ഇതാ മുജറത്തിൽ ഇഖ്ഫായി, ഇഖ്ഫായിലേക്ക് മാത്രം. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ശരിക്കും രഹസ്യമാക്കുക, മറയ്ക്കുക എന്നുള്ളതിലേക്ക് ഇഷാറയാണ്. പല അമലുകളും മറയ്ക്കേണ്ടി വരും. അള്ളാഹു മാത്രം കാണുന്ന രൂപത്തിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഖദ് ഖീല, പറയപ്പെട്ടിരിക്കുന്നു, അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ മസ്തത്തറ അലൽ ഖൽഖി, ഒന്നാണ് ഇസ്തത്തറ, അത് മറഞ്ഞു, അലൽ ഖൽഖി, സിട്ടികളുടെ മേൽ, വസ്ഫൻ, സിട്ടികളുടെ മേൽ എന്ത് ചെയ്തു, മറഞ്ഞു. വസ്ഫിനാൽ അനിൽ അലായിക്ക്, പിന്നെ തടസ്സങ്ങളെ തൊട്ട് എന്ത് ചെയ്യുക, പിന്നെ ഖൽക്കില് സിട്ടികൾക്ക് മസ്തത്ര, ഇഖ്ലാസ് പറഞ്ഞാൽ മസ്തത്ര അലൽ ഖൽക്കി, സിട്ടികളുടെ മേൽ മറഞ്ഞ ഒന്നാണ് വസ്ഫിനാൽ. എന്തിനെ തൊട്ട്, അനിൽ അലായിക്ക്, തടസ്സങ്ങളെ തൊട്ട്. വസ്ഫൻ അനിൽ അലായിക്ക്, തടസ്സങ്ങളെ തൊട്ട് അവന്റെ മനസ്സ് എന്ത് ചെയ്യുക, പരിപൂർണമായിട്ട് ശുദ്ധിയാകുക. മസ്തത്ര അനിൽ ഖൽക്കി, മസ്തത്ര അനിൽ ഖൽക്കി. ഇൻഷാ അല്ലാഹ് ഇപ്പൊ പറയാം.